എൻ്റെ പുത്രന് ഈടായിട്ട് ചെറിയ ചെറിയ വാശികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന ഷർട്ട് ഇടണം, ഇന്ന പാൻറ് ഇടണം, ചേച്ചിയെ പോലെ തന്നെ പോകണം, അതുപോലെ തന്നെ ചെരുപ്പ് ഇന്നത് വേണം എന്നൊക്കെ കേട്ടോ. ഈ അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. പക്ഷേ ഈ ലുക്കിൽ ഹോസ്പിറ്റൽ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല, അവർക്കും അവനും ഫോട്ടോ എടുക്കാണ്ട്. അതാണ് ഇങ്ങനെ നല്ല സുന്ദരനും സുന്ദരിയായിട്ട് പോണത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എടുത്തൊരു വീഡിയോ ആണേ. അപ്പോൾ അതാ അവർ സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വേദും ബേബിയും അതുപോലെ തന്നെ അമ്മയും കൂടിയിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതാ ബസ് വന്നു, ബസ്സിൽ കയറി. അപ്പണ്ട് കറുകപ്പത്തൂർ എത്തുമ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച കേസ്, ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. പോസ്റ്റിൽ പോയിട്ട് ഒരു കാർ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കുന്നുണ്ട്. കാർക്കാർക്കും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു. വേദുവിന് വയറിന് ചെറിയൊരു സുഖമില്ല ഗൈസ്, കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട്. അപ്പം എന്നാൽ ഞങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പട്ടാമ്പിക്ക് പോകണ്ട, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ ഇവിടെ കാണിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വേണ്ട ഡോക്ടറെ കാട്ടി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇലക്കറികളൊക്കെ കഴിക്കാറുണ്ടോ ചോദിച്ചപ്പോൾ അവിടുത്തെ വഴിക്ക് ഡോക്ടറോട് പറഞ്ഞു ആ ടായ് കഴിക്കാറുണ്ട് എന്ന്. മിഠായി കഴിക്കാറുണ്ട്, ടായൊക്കെ കഴിക്കാറുണ്ടോ ചോദിച്ചു ഡോക്ടർ. ആ ടായൊക്കെ തരാട്ടോ പറഞ്ഞു കേട്ടോ. അവൻ നിഷ്കളങ്കരല്ലേ കുട്ടികൾ, അപ്പോൾ അവർ സത്യസന്ധമായ ഉത്തരങ്ങൾ പറയുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന്. അപ്പോൾ ആക്സിഡൻ്റ് ആയ കാറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അവിടെ. അവർ ഈ പോസ്റ്റൊക്കെ മാറ്റേണ്ട കഷ്ടപ്പാടിലാണ് കേട്ടോ പണിക്കാർ. കാറിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം തകർന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഉള്ളിലുള്ളവർക്കൊന്നും പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഇവരിതാ ഫോട്ടോ എടുക്കുന്ന സെക്ഷൻ കേട്ടോ നിങ്ങൾ കാണുന്നത്. കുറച്ച് പാടുപെട്ടു ആ ചേട്ടൻ ഇവരുടെ ഫോട്ടോ എടുക്കാൻ. ഇവരുടെ അല്ല, അവൻ്റെ. കുറേ കണ്ണ് അങ്ങോട്ട് പോവും, താഴത്തോട്ട് പോവും, മേപ്പിട്ട് പോവും, അങ്ങനെയൊക്കെ ഇരുന്നു. അവൻ്റെ കാലം അങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കും. അവസാനം ഫോട്ടോ എടുത്തു. അടിപൊളി ഒരു ഫോട്ടോ ഉണ്ട്. അതിൻ്റെ ഫ്രെയിം ആക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രെയിം ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ ഫ്രെയിം ആക്കിയിട്ട് പിറ്റേ ദിവസം തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോയി. എന്നിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരിക്കലും നിങ്ങൾ കുട്ടികളായിട്ട് സ്നാക്സ് വാങ്ങാൻ കടയിൽ പോകരുത്. എൻ്റെ മകൻ ഒന്നും പറഞ്ഞിരുന്നില്ല എത്ര ദിവസങ്ങളിൽ കേട്ടോ. ഇപ്പോൾ അവൻ ഈ ഇടയായിട്ട് മണിച്ചിത്രത്താളിലെ നാഗവല്ലി ആവുന്നുണ്ട് ഗൈസ്. എന്തൊക്കെ വേണമെന്ന് അവൻ തന്നെ അറിയില്ല. അങ്ങനെ അവിടെ അധികം നിന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ വേഗം മെല്ലെ സ്കൂട്ടായിട്ടോ. പിന്നെ അതാ സ്റ്റുഡിയോ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഏത് ഫോട്ടോയാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ, അത് നമുക്ക് ഫ്രെയിം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടോ. എന്നിട്ടാ ഇതൊക്കെയാണ് കേട്ടോ ഫോട്ടോസ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ അവരോടും പറഞ്ഞു. അവരും പറഞ്ഞു ഇത് തരക്കേടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവനോട് ഞങ്ങൾ ഷൂടാൻ പറഞ്ഞതാണ് ഗൈസ്. പക്ഷേ കൂട്ടാക്കില്ല അവൻ ഈ സ്ലിപ്പ് ഓൺസർ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, കുട്ടികളുടെ ഇഷ്ടമല്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. തിരിച്ച് പോകുമ്പോഴേക്കും അവൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൾക്കൊരു ഫെവിസ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങി കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി പണം കണ്ട വിചാരിച്ചിട്ട് എന്ത് വാങ്ങി കൊടുത്താലും അവരുടെ മുഖം തെളിയാൻ നല്ല പണിയാണ് ഗൈസ്. വീട്ടിൽ നിന്ന് പറഞ്ഞതാണ്. അതെ അത് 25 രൂപ കേട്ടോ ഈ ചെറിയ സാധനത്തിന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.